കൗകെയർ ആനിമൽ ഫീഡ്സ് സപ്ലിമെന്റ്സ് കണ്ണൂർ മയ്യിലിൽ തുറന്നു പ്രവർത്തനം ആരംഭിച്ചു. ഉദ്ഘാടന പരിപാടി മുഖ്യ ഉദ്ഘാടകൻ വെറ്റിനറി സർജൻ ഡോക്ടർ ആസിഫ് എം അഷ്റഫ് നിർവഹിച്ചു. മയ്യിൽ പഞ്ചായത്ത് വാർഡ് മെമ്പർമാരായ വാണി ദേവി, ജിനീഷ് ചാപ്പാടി എന്നിവർ ചടങ്ങിൽ സംബന്ധിക്കുകയും ആശംസകൾ അറിയിക്കുകയും ചെയ്തു. കൂടാതെ പ്രദേശത്തെ സാമൂഹ്യ പ്രവർത്തകരുടെയും നാട്ടുകാരുടെയും സാന്നിധ്യം ചടങ്ങിന് കൂടുതൽ മാറ്റുകൂട്ടി. വെറ്റിനറി മേഖലയിലെ പ്രമുഖ കമ്പനികളുടെ എല്ലാവിധ ആനിമൽ സപ്ലിമെന്റുകളും ഇവിടെ ലഭ്യമാണ്. പശു, ആട്, പട്ടി, പൂച്ച, അലങ്കാര മത്സ്യങ്ങൾ ഉൾപ്പെടെ എല്ലാ വളർത്തുമൃഗങ്ങളുടെയും സപ്ലിമെന്റുകളും ആക്സസറീസും ലഭ്യമാക്കുകയും ഹോം ഡെലിവറി സൗകര്യം ഉറപ്പുവരുത്തുകയും ചെയ്യുന്നത് കൗകെയർ എന്ന സ്ഥാപനത്തിന്റെ പ്രത്യേകത കൂടിയാണ്. കണ്ണൂർ മയ്യിൽ എന്നുള്ള സ്ഥലത്ത് ഇപ്പോൾ ഇന്നു മുതൽ കൗകെയർ എന്നുള്ള ഒരു സപ്ലിമെൻറ്റിൻ്റെ ഒരു പ്രൊഡക്റ്റ് നമ്മളിന്നിവിടെ ആരംഭിക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ എല്ലാ വിധത്തിലുള്ള വളർത്തുമൃഗങ്ങളുടെയും മാടുകളുടെയും അതേപോലെ ആടുകളുടെയും അതേപോലെ കോഴികളുടെ എല്ലാം സപ്ലിമെൻറ്റ് നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. ചെറിയ കുട്ടി മുതൽ അത് പശുക്കുട്ടി മുതൽ വലിയ പശു വരെയുള്ളതും, അത് ചെറിയ കുട്ടി, അതുപോലെ കോഴികൾ, ചെറിയ കോഴികൾ, അതുപോലെ ആടുകൾ, ഇവർക്കെല്ലാം വേണ്ടിയുള്ള എല്ലാവിധ സപ്ലിമെൻറ്റ്സും, കാൽസ്യം, ലിവർ ടോണിക്, അതേപോലെ തന്നെ പശുവിന് ആരോഗ്യ സംബന്ധമായിട്ടുള്ള മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള മിൽക്ക് ഓറിച്ച് പോലെയുള്ള പ്രൊഡക്റ്റുകൾ, അതുപോലെ തന്നെ പശുവിൻ്റെ അകിട് സംബന്ധമായിട്ടുള്ള രോഗങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റുകൾ, പിന്നെ നമ്മുടെ ഒരു കുറച്ച് വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഉണ്ട്. നമ്മളൊരു കല്ലുകളൊക്കെ ചെയ്യുന്നുണ്ട്, സ്റ്റോൺ പോലെയുള്ള ഒരു വെറൈറ്റി ഐറ്റംസാണ്. എന്താ വെച്ചാൽ നമ്മൾ പശുവിൻ്റെ മുന്നിൽ കെട്ടിത്തൂക്കി വെക്കുന്ന പ്രൊഡക്റ്റുകളാണ്. അതേപോലെ തന്നെ ഫെർട്ടിലിറ്റി എന്നുള്ള പ്രൊഡക്റ്റ് വരുന്നുണ്ട്. നമ്മൾ ഈ പശുവിൻ്റെ ഇഞ്ചക്ഷൻ സമയങ്ങളിൽ കൊടുക്കേണ്ട ഒരു പ്രൊഡക്റ്റാണ്. പിന്നെ ഹീറ്റാവാൻ വേണ്ടിയുള്ള പ്രൊഡക്റ്റുകൾ, അങ്ങനെ ഒരു പശുവിന് വേണ്ട A to Z എല്ലാ ഐറ്റംസും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സ്ഥാപനം വരുന്നത് കൗകെയർ എന്നുള്ള സ്ഥാപനമാണ്. മയ്യിലാണ് നമ്മുടെ ഇതിൻ്റെ ഒരു ആസ്ഥാനം വരുന്നത്. നമസ്കാരം. അതോട് ഇന്ന് വളരെ ഒരു ലാൻഡ്മാർക്കായിട്ടുള്ളൊരു സ്ഥാപനമാണ് ഇത് വന്നേക്കുന്നത്, കൗകെയർ അല്ലേ. നമുക്ക് അറിയാം, ഇതുവരെ പശുവിന് വേണ്ടി മാത്രമായിട്ട് ഒരു സ്ഥാപനം എനിക്കൊന്ന് കണ്ണൂർ തന്നെ ഉണ്ടാവില്ല. അപ്പോൾ ഇതിന് മുന്നോട്ട് വന്ന ഈ സ്റ്റാർട്ടപ്പ് ആയിട്ട് വന്ന നമ്മുടെ അമർനാഥിന് എല്ലാവിധ ആശംസകളും നേരുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ പശുവിൻ്റെ ഇപ്പം ഇതൊരു സ്ഥാപനം മയിൽ തന്നെ വന്നതിൻ്റെ ഒരു വെച്ചാൽ നമ്മൾ പശുക്കളുടെ എണ്ണം ഇവിടെ ക്രമാതീതം എല്ലായിടത്തും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഒരു വയസ്സായ ആൾക്കാരൊക്കെ പക്ഷേ ട്രഡീഷണൽ ആയിട്ടുള്ള വളർത്തുന്നവരൊക്കെ പശു നിർത്തി പോയി കഴിഞ്ഞാൽ പശുക്കൾ ഇല്ലാതെ വരുന്ന അവസ്ഥയാണ് കാലത്ത് കണ്ടുവരുന്നത്. പക്ഷേ മയിലെ സംബന്ധിച്ചോളം കുറേ ഫാമുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പം അതിനൊരു കൈത്താങ് എന്ന രീതിയിൽ അതിന് പശുക്കൾക്കൊക്കെ നമുക്ക് ഇപ്പം പ്രൊഡക്ഷന് വേണ്ടി പല സ്ഥലത്തും പോകേണ്ടതും കിട്ടാതെ വരുന്ന അവസ്ഥയുണ്ട്. അപ്പം അമർനാഥ് കൗകെയർ എന്ന പ്രൊഡക്റ്റ് ഒരു സംരംഭം തുടങ്ങിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ നല്ല മനസ്സോടുകൂടി എല്ലാവർക്കും വീടുകളിൽ തന്നെ എത്തിച്ചു കൊടുക്കുമെന്നൊക്കെയാണ് പറഞ്ഞത് അല്ലേ. വീടുകളിൽ തന്നെ തീറ്റയും, അപ്പോൾ അതിൻ്റെ കൂടെ പെറ്റ്സിനും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ട്. കൗവിൻ്റെ കൂടാതെ പെറ്റ്സ് ഇപ്പം അത് അധികമായിട്ട് കൊറോണ സമയത്ത് ശേഷം ഒരുപാട് പേര് പെറ്റ്സിനെ വളർത്തുന്നുണ്ട്. അപ്പം അതിന് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യണം. അപ്പം നല്ലൊരു സ്ഥാപനമായിട്ട് വരട്ടെ എന്നുള്ള എല്ലാ ആശംസകളും നേർന്നുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങാൻ നമ്മൾ അടുത്ത സുഹൃത്താണ് കാണിച്ച ഒരു വലിയ മനസ്സാണ്. എന്താ വെച്ചാൽ മയ്യിൽ പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ പശു കർഷകരുള്ള ഒരു അടുത്ത പഞ്ചായത്തുകളിൽ ഏറ്റവും കൂടുതൽ മയ്യിലാണ്. ആ മയ്യിൽ പഞ്ചായത്തിലെ ഏറ്റവും കൂടുതൽ പാലളക്കുന്ന ഒരു പ്രദേശം എന്ന് പറയുന്നത് ഞാൻ മെമ്പറായിട്ടുള്ള 1-ാം വാർഡിലെ കോർലായി തുരുത്തി എന്ന് പറയുന്ന ദ്വീപിൽ നിന്നാണ് ഈ മയ്യിൽ പാൽ സൊസൈറ്റിയിലേക്ക് ഏറ്റവും കൂടുതൽ പാലളക്കുന്നത്. ഏറ്റവും കൂടുതൽ ക്ഷീരകർഷകരുള്ള ഒരു പ്രദേശം എന്ന് പറയുന്നത് ഞങ്ങളെ കോർലായി 1-ാം വാർഡിലാണ്. ഞാനും അവിടെ ഒരു ക്ഷീരകർഷകനാണ്. ഞാനും മയിൽ സൊസൈറ്റിയിൽ പാലളക്കുന്ന ഒരു കർഷകനാണ്. അപ്പോൾ വ്യക്തിപരമായിട്ട് എനിക്കും ഇത് ഉപകാരപ്പെടുന്ന ഒരു സംരംഭമാണ്. ഈ ചെറുപ്പക്കാരുകൾ ഇത്തരം സംരംഭങ്ങൾ ഒരു സംരംഭം തുടങ്ങുക എന്ന് വെച്ചാൽ ആരെങ്കിലും ഒന്നും തുടങ്ങി വിജയിച്ച് കഴിഞ്ഞാൽ ആ സംരംഭം തന്നെ വീണ്ടും വീണ്ടും തുടങ്ങുന്ന ഒരു സംഭവമാണ് നമ്മുടെ നാട്ടിൽ. പക്ഷേ ഇതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു വ്യത്യസ്ത സംരംഭമാണ് നമ്മുടെ മയ്യിൽ പഞ്ചായത്തിൽ ഇതുപോലത്തെ ഒരു സംരംഭം നിലവിലില്ല എന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ വ്യത്യസ്തമായ ഒരു സംരംഭം തുടങ്ങുകയും വിജയിപ്പിക്കാൻ എല്ലാവിധ പിന്തുണയും മെമ്പർ എന്ന നിലയിലും സുഹൃത്ത് എന്ന നിലയിലും എല്ലാവിധ സഹായങ്ങളും അത് നമ്മൾ അമർന്ന് ആശംസകളോട് അർപ്പിക്കുന്നു. വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ് ഇന്ന്. നമ്മുടെ നാട്ടിൽ ഇതുപോലൊരു സംരംഭം തുടങ്ങുക എന്ന് പറയുന്നത് തന്നെ നമ്മുടെ നാട്ടിലെ ആൾക്കാർ എത്രമാത്രമാണ് കന്നുകാലി വളർത്തലിലേക്കും ഒക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരായ ആൾക്കാരും പുറത്തൊക്കെ പോയി ജോലി ചെയ്ത് വന്ന ആൾക്കാരും നാട്ടിൽ വന്ന് പശു വളർത്തലിലേക്കും കന്നുകാലി വളർത്തലിലേക്കും വരുന്നതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ആ ഒരു വളർച്ചയുടെ ഭാഗമായിട്ടാണ് ഇതുപോലത്തെ ഷോപ്പുകൾ നമ്മുടെ നാട്ടിൽ വരുന്നത്. അപ്പോൾ അത് വളരെ നല്ലൊരു കാര്യമാണ്. അപ്പോൾ അതിനുവേണ്ടി ഒരു മുൻകൈ എടുത്ത ഇതിൻ്റെ എല്ലാ ആൾക്കാർക്കും നല്ലൊരു അഭിനന്ദനമാണ് അറിയിക്കുന്നത്.